നമ്മൾ ജീവിതമാകുന്ന വലിയൊരു യാത്രയിലാണ്. അപ്പം നമുക്ക് വേണ്ടിയും ഈ വചനത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അനേകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മക്കള് അല്ലേ, +2 പഠനം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ജർമ്മനിയിൽ പോകണം, അല്ലെങ്കിൽ UK പോകണം. അച്ഛാ, ഇതൊരു ട്രെൻഡാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണം. ഇത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയവരുടെ. ഞാനൊരു മാസത്തിന് മുമ്പ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം, ഒന്നല്ല അനേക കുടുംബം, അതിലൊരു കുടുംബം വന്ന് പ്രാർത്ഥിക്കാൻ വന്ന പ്രധാനപ്പെട്ട നിയോഗം, അവർ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പച്ചാ പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും നിയോഗം എന്താണെന്നറിയോ? അച്ഛാ, ഞങ്ങൾ അയർലൻഡിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. അപ്പൊ അവന് തോന്നി, നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ തോന്നി, ഇപ്പൊ മൂന്നാറിൽ പോയി ചായ കുടിക്കാം. അമ്മയുടെ വാട്ട ചായ വേണ്ട, മൂന്നാറിലെ ഉയർന്ന മലനിരകളിലെ ചായ, കടുപ്പമേറിയ ചായ, അതാണ് ഇഷ്ടം, അത് കുടിക്കാൻ പോയി. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. മോശയ്ക്ക് തോന്നുവാണ്, എന്നാ പിന്നെ 2 ദിവസം കൂടെ യാത്ര നീങ്ങട്ടെ. അങ്ങനെയല്ല. അപ്പൊ കുറെ പേർക്ക് തോന്നുവാണ്, നമ്മൾ ഏതായാലും വിഷമിച്ച് ഇവിടെ കിടക്കാം. അങ്ങനെയല്ല. എൻ്റെ ഭാവി ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഏതാണ് എൻ്റെ ജീവിതത്തിൽ ബെറ്റർ ആയിട്ടുള്ളത്, പ്രയോജനകരമായിട്ടുള്ളത്? നിന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. നീ ഇങ്ങനെ പോവണം, ചില സ്ഥലത്തിൽ പോകണ്ട, നീ ഇവിടെ തന്നെ വസിക്കണം. ഇവിടെയൊക്കെ മക്കള് തോന്നുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും, അല്ലേ? ജാതിയും മതമൊന്നും പ്രശ്നമല്ല, നല്ല മനുഷ്യനായ പോരെ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായ പോരെ. ഇന്ന് നിനക്കെന്തുണ്ടോ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ വട്ടം പിടിച്ചോണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സ് കാണിച്ചാൽ നിനക്ക് 100 മേനി സമാധാനം ഉണ്ടാവും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ദൈവവചന ഭാഗം അത് പുറപ്പാട് പുസ്തകം, ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നൊരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് എക്സോഡസ്. അത് 40 അധ്യായങ്ങളുള്ള പുസ്തകമാണ്, 40 ചാപ്റ്റേഴ്സ്. അതിൻ്റെ അവസാനത്തെ ചില വചനങ്ങളാണ് ഇപ്പോൾ ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. നമ്മളത് വായിക്കാൻ പോവാണ്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 40, അതിൻ്റെ 36 മുതൽ 38 വരെ. ചാപ്റ്റർ 40, 40-ാം അധ്യായം, 36, 37, 38 അതിൻ്റെ അവസാനത്തെ വചനങ്ങളാണ് കേട്ടല്ലോ. നമുക്ക് ആ വചനങ്ങളൊന്ന് ആദ്യം വായിച്ചു കേൾക്കാം. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി അറിഞ്ഞിരിക്കേണ്ട, അനുഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത്. വലതുകരൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ഈ വചനം ഞാൻ പറയുമ്പോൾ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും എവിടെയാണെങ്കിലും നിങ്ങൾ ഈ വചനം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 36-ാം തിരുവചനം. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. കരങ്ങൾ താഴ്ത്തിക്ക് ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ. ഇത് ആരുടെ യാത്രയെ കുറിച്ചാണ് വായിച്ചത്? ഇസ്രായേൽ ജനം എത്ര വർഷം യാത്ര ചെയ്തു? 1-2 അല്ല, 40 വർഷക്കാലം അവർ നടത്തിയ യാത്രയെക്കുറിച്ചാണ്
വചനം പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളും യാത്രക്കാരാണ്, അല്ലേ? അതേന്ന്, നമ്മളും യാത്രക്കാരാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജീവിതമാകുന്ന വലിയൊരു യാത്രയിലാണ്. അപ്പം നമുക്ക് വേണ്ടിയും ഈ വചനത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ യാത്രാ രീതികളും യാത്രകളും വളരെ വ്യത്യസ്തമായി നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അനേകര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. മിക്കവാറും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും തന്നെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പഠനത്തിനോ ജോലിക്കൊക്കെയായി വിദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലർക്കും അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ എത്തപ്പെട്ടവരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അനേകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മക്കള്, അല്ലേ, +2 പഠനം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ജർമ്മനിയിൽ പോകണം, അല്ലെങ്കിൽ UK പോകണം, കാനഡയിലേക്ക് പോകണം. അങ്ങനെ പല പല തരത്തിലുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെയൊക്കെ മക്കൾ ഇപ്പോൾ വളർന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾക്ക് അതിൻ്റെ ഭാരം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഈ യാത്രയുടെ ഭാരം ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, യാത്ര ചെയ്ത് എത്തിയ ചില സ്ഥലങ്ങളിലുള്ളവർക്കും ഈ ഭാരമുണ്ട്. ഒരു കൊച്ചു 1-2 ഉദാഹരണങ്ങൾ പറയാം. ഡൽഹിയിൽ ധ്യാനമന്ദിരത്തിലായിരുന്നപ്പോൾ ഒരു മലയാളി കുടുംബം, അവർക്കവിടെ നല്ല ജോലിയുണ്ട്. ഭാര്യ എയിംസ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്, നല്ല ശമ്പളമുണ്ട്. ഭർത്താവിന് IT കമ്പനി ജോലിയാണ്. ഈ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്ക് കാനഡയ്ക്ക് പോകണം, അച്ഛൻ പ്രാർത്ഥിക്കണം. കുറേ നാളായി കാനഡ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് ചോദിച്ചു, എന്തിനാ കാനഡയ്ക്ക് പോകുന്നത്? അപ്പോൾ അവരെന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാ പോണേന്നോ അച്ഛാ, അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയി, പലരും എത്തി അവിടെ, ഇനി ഞങ്ങൾ അങ്ങോട്ട് എത്തണം, അച്ഛൻ പ്രാർത്ഥിക്ക്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, എന്തിനാ കാനഡയ്ക്ക് പോകുന്നത്? നിങ്ങൾക്ക് ആവശ്യത്തിന് ശമ്പളം, ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അച്ഛാ ഇതൊരു ട്രെൻഡാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോവണം. ഇത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയവരുടേത്. ഞാനൊരു മാസത്തിന് മുമ്പ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം, ഒന്നല്ല അനേക കുടുംബം, അതിലൊരു കുടുംബം വന്ന് പ്രാർത്ഥിക്കാൻ വന്ന പ്രധാനപ്പെട്ട നിയോഗം, അവർ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പച്ചാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. നിയോഗം എന്താണെന്നറിയോ? അച്ഛാ ഞങ്ങൾ അയർലൻഡിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എവിടെയാണ്? ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെത്തി, അവിടെ ജോലിയുണ്ട്, അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഞങ്ങൾ അയർലൻഡിന് പോകാൻ ആഗ്രഹിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, എന്തിനാ അയർലൻഡിലോട്ട് പോകുന്നത്? അച്ഛാ ഇപ്പം ഇതൊരു ട്രെൻഡാണ്, അച്ഛൻ അറിയത്തില്ലേ? ഗൾഫിൽ നിന്ന് അയർലൻഡിലേക്ക്, സൗദിയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക്, UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക്, ഇപ്പം ഇതൊരു ട്രെൻഡാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം പറയുമ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തത്തുല്യമായ പല സംഭവങ്ങളും അനുഭവിക്കുകയും അതിൻ്റെ പങ്ക് ചേരുകയും ചെയ്യുന്നവരാണ്. ഇവിടെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യാത്രാവേളകളിൽ ശ്രദ്ധിക്കണം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അല്ലേ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോഴൊക്കെ വിളിച്ചു പറയത്തില്ലേ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അല്ലേ? അങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടല്ലേ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ന്യൂജൻ ശൈലികൾ അല്പം കൂടെ വ്യത്യസ്തമാണ്. ജെൻസി സ്റ്റൈലുകൾ അല്പം കൂടെ വ്യത്യസ്തമാണ്. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് റീൽസിലൊക്കെ കാണുന്നത് പോലെയാണ് ജീവിതം, അല്ലേ? മോട്ടിവേഷൻ ടോക്കുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ നമ്മുടെ പിള്ളേരെ. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്തു കൊള്ളുക. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെയൊക്കെ പുതിയ ചിന്താഗതികളാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്തു കൊള്ളുക.
ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. വരും വരായികളെ കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു ജീവിതമുള്ളൂ, ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. കഴിഞ്ഞ ദിവസം ഒരപ്പനും അമ്മയും കൂടെ മകളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവള് ഇപ്പോൾ ഒരു പ്രണയക്കുരുക്കിലാണ്, അച്ഛൻ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവളാണെങ്കിൽ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എന്തെല്ലാം പറഞ്ഞാലും തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു ചോദ്യം, അച്ഛാ ഈ ജാതിയും മതവും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണോ? ഇത് വല്ലതും കാര്യമുള്ള കാര്യമാണോ? അച്ഛാ ഞാനിപ്പോൾ UK ജോലി ചെയ്യുന്ന ഒരാളാണ്, എനിക്കവിടെ ജോലിയുണ്ട്, ശമ്പളമുണ്ട്. അച്ഛാ കൾച്ചറൊക്കെ വ്യത്യാസമുണ്ട്. ഈ അമ്മയും അപ്പനും ഒക്കെ പറയുന്നത് ഈ നാട്ടും പുറത്തെ കാര്യമാണ്. അച്ഛാ ഈ കൾച്ചറൊക്കെ മാറി അച്ഛാ. നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളതല്ലേ ചെയ്യേണ്ടത്? നമുക്കിഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? ഇവർ ഈ പറയുന്നത് പോലെ ഈ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ഉള്ളിൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛാ ശരിയാ അച്ഛാ, എൻ്റെ മകളും എൻ്റെ മകൻ ഇത് തന്നെ എന്നോട് വന്ന് പറഞ്ഞത് അല്ലേ? ഉണ്ടാവുമല്ലോ. ഇനിയിപ്പം അടുത്ത ഒരു കാര്യം കൂടെ അവർ ചോദിക്കും, എന്താണെന്നറിയോ? ഇനിയിപ്പം എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം, ആ ആൾ നല്ലതാണെന്ന് എന്നാ ഇത്ര ഉറപ്പുള്ളത്? അപ്പോൾ ഉടനെ അത് ശരിയാണല്ലോ, എന്നാ ഇത്ര ഉറപ്പുള്ളത് എന്ന് നമ്മളും പറഞ്ഞ് അവർ നമ്മളെ വെട്ടിൽ വീഴ്ത്തും. ഇങ്ങോട്ട് നോക്കിക്കേ, ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്ത് കൊള്ളുക, ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ഒരു ജീവിതമുള്ളൂ, അത് ആസ്വദിക്കാനുള്ളതാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ അപകടം പിടിച്ച ദൈവനിഷേധത്തിൻ്റെ ചില പഠനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ദൈവനിഷേധത്തിൻ്റെ ചില കാര്യങ്ങൾ. കാരണം എന്നറിയോ? അതായത് ഈ ഭൂമിയിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം നിനക്കിഷ്ടമുള്ളതുപോലെ മാത്രം ജീവിച്ചാൽ മതിയോ? ഇപ്പൊ ഉദാഹരണത്തിന് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇല്ലെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരുടെ കൂട്ടത്തിൽ നടക്കുക എന്നുള്ളതാണ് ആ പഠിക്കുന്ന കുട്ടിയുടെ ഇഷ്ടം. എന്നാൽ മാതാപിതാക്കൾ എന്താ പറയുന്നത്? എടാ പഠിക്കടാ പഠിക്കടാ പഠിക്ക്. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ആ കുട്ടിയുടെ ഇഷ്ടമായ മൊബൈൽ ഫോൺ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പറ, മതിയോ? പോരാ. ഇഷ്ടമുള്ളത് മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനാണ്. പക്ഷേ ഈ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സാകുമോ? പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്, പഠിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിന്റെ ഭാവി ജീവിതത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹൃദയം പറയുന്നത് മാത്രം ചെയ്യുക. ഹൃദയം പറയുന്നത് മാത്രം ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിന്റെ ഹൃദയം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തക്കവണ്ണം നിർമ്മലവും നിന്റെ ജീവിതത്തിൽ അത്രമേൽ ശുദ്ധിയും ഉള്ളതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഒന്ന് വായിച്ചേ, 1-2 വചനം പറയാം. ജെറമിയയുടെ പ്രവചനം 17-ാം അധ്യായം 9-ാം തിരുവചനം. ജെറമിയ 17:9. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 9. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയത്തെ കുറിച്ചാ പറയുന്നത്. ഒന്നും കൂടെ വായിച്ചേ, ശ്രദ്ധിച്ച് വായിച്ചേ, കേട്ടെ. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ മോട്ടിവേഷൻ പ്രസംഗകൻ പറയുവാണ്, ഫോളോ യുവർ ഹാർട്ട്, ഡു വാട്ട് യു ഫീൽ, ഡു വാട്ട് യു ലൈക്ക്. അല്ലേ? നിന്റെ ഹൃദയത്തെ നീ പിൻചെല്ലു. നിനക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇഷ്ടം അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് അത്ഭുതം തോന്നി. അവന് നേരം വെളുത്തപ്പോൾ ഇഷ്ടം തോന്നി, ഇപ്പോൾ മൂന്നാറിൽ പോയി ഒരു ചായ കുടിച്ചാലോ. നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അങ്ങനെ തോന്നി,
അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ വിളിച്ചു. ഞാൻ മൂന്നാറിൽ പോയി ചായ കുടിച്ചു. ചാലക്കുടിക്കാരൻ ബൈക്ക് ഓടിച്ച് മൂന്നാറിന് പോയി അല്ലേ? അപ്പൊ അവന് തോന്നി, നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ തോന്നി ഇപ്പൊ മൂന്നാറിൽ പോയി ചായ കുടിക്കാം. അമ്മയുടെ വാട്ട ചായ വേണ്ട, മൂന്നാറിലെ ഉയർന്ന മലനിരകളിലെ ചായ, കടുപ്പമേറിയ ചായ, അതാണ് ഇഷ്ടം, അത് കുടിക്കാൻ പോയി. രാത്രികാലങ്ങളിലെ കണ്ടിട്ടില്ല നമ്മുടെ മക്കള്. എന്നാ പിന്നെ ഒരു ഡ്രൈവിന് പോയേക്കാം. എങ്ങോട്ട് പോകുന്നു? ലക്ഷ്യമില്ല. എണ്ണയടിക്കുന്നു, വണ്ടി റെഡിയാക്കുന്നു, പോകുന്നു. എങ്ങോട്ടാണ്? ആവശ്യമുള്ളവൻ കയറിക്കോ, ഒരു ഡ്രൈവ്, ലോങ് ഡ്രൈവ്. ഇതെങ്ങോട്ട് ചെല്ലുന്നു? അതൊക്കെ വേറെ ചോദ്യം അല്ലേ? വീട്ടിൽ കഴിഞ്ഞ നാളിൽ ഒരുത്തൻ അരിശം വന്നിട്ട് അവൻ ചെയ്ത പ്രവൃത്തി അവൻ പിന്നീട് എനിക്ക് അവൻ്റെ സ്വഭാവ രീതികൾ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വെളിപ്പെട്ടത്. ഇവൻ അരിശം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി എടുത്തൊരു ഒറ്റ പോക്കാണ്. അപ്പം ഇവനെ ഇന്നലെ അവൻ്റെ വീട്ടിൽ കാണുന്നില്ല എന്നും പറഞ്ഞ് സങ്കടം വന്ന് അവസാനം രാത്രിയിൽ അവൻ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ നീ എങ്ങോട്ടാ പോയത്? നമ്മൾ തമ്മിൽ വഴക്കിട്ടതിൻ്റെ പേരിൽ നീ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം ഇതാണ്, അച്ഛാ എനിക്ക് ഇവിടെ നിന്ന ഫ്രസ്ട്രേഷനാണ്. ഈ അപ്പൻ്റെ അമ്മയുടെയും ഈ തന്ത വൈബിൻ്റെ ഇടയിൽ എനിക്ക് മാച്ച് ആവുന്നില്ല. ഇത് വെറുതെ ഡാർക്ക് സീനാണ് അച്ഛാ. അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്ത് ഒരൊറ്റ വിടിയിൽ ഞാൻ ചോദിച്ചു എവിടം വരെ പോയി? കോയമ്പത്തൂർ വഴി, ആ വഴി അങ്ങോട്ട് കുറച്ച് പോയി, കോയമ്പത്തൂർ കഴിഞ്ഞു പോയി, ബൈക്ക് എടുത്ത് ഒരൊറ്റ വിടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തോന്നലുക. എന്ത് തോന്നുന്നു അല്ലേ? ഒറ്റ ബുദ്ധി എന്നാ പറയണത്. അതിനെ പറയണ ഒറ്റ ബുദ്ധി, ഒറ്റ മൈൻഡ്. റെഡിയാണോ എന്നൊക്കെ ചോദിക്കും, യൂത്തൊക്കെ ചോദിക്കും. ഒറ്റ മൈൻഡാണോ? റെഡി, പോയേക്കാം. ഒറ്റ പോക്കാ. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പലതും പറയുന്നു. ഹൃദയം നിർമ്മലമല്ലെങ്കിൽ, വിശുദ്ധമല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതും പറയും. ഒരു വചനം വായിച്ചേ, അത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 7, 7-ാം അധ്യായം, അതിൻ്റെ 21, 22, 23. നമുക്കറിയാവുന്നൊരു വചനമാണ്, പക്ഷെ ഈ വിഷയത്തോട് പഠിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വായിക്കാം. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. അടുത്ത വചനം കൂടെ വായിച്ചേ. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ, ഉള്ളില് വിശുദ്ധമല്ലെങ്കിൽ, ഉള്ളില് നിർമ്മലമല്ലെങ്കിൽ നമുക്കിങ്ങനെ പലതും തോന്നും. അപ്പൊ ഈ മോട്ടിവേഷൻ നൽകുന്നവൻ, ഇൻസ്റ്റാഗ്രാം റീല് നടത്തുന്നവനും പറയുന്നു നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറയുമ്പോൾ നമ്മൾ മക്കളോട് പറയണം, മക്കളെ എടാ ഇഷ്ടത്തിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല. ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ, ഭാവിക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇസ്രായേൽ ജനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ഇസ്രായേൽ ജനം എങ്ങനെയാണ് മരുഭൂമി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തത്? ആരായിരുന്നു അവരുടെ നേതാവ്? മോശയായിരുന്നു നേതാവ്. ഈ മോശ 1.5 ലക്ഷത്തോളം വരുന്ന, നിസാരപ്പെട്ട നമ്പരൊന്നുമല്ല, 1.5 ലക്ഷത്തോളം വരുന്ന ഈ ജനതയെയും കൊണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ ജനത ഇവരുടെ യാത്ര പുറപ്പെട്ടത്? ഇവർക്ക് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് സൗകര്യം ഉണ്ടോ? ഇന്നാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാം അല്ലേ? ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകണം, ഏതാണ് എളുപ്പ വഴി? ഇപ്പം ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് മുരിങ്ങൂരിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ട്, അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കൊരട്ടിയുടെ അവിടെ ബ്ലോക്ക് ഉണ്ട്, പാലം പണി നടക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയാൽ അങ്കമാലിയിൽ പറയണ്ട, ബ്ലോക്ക് അല്ലേ? അപ്പം എറണാകുളത്തേക്ക് എങ്ങനെ എളുപ്പത്തിൽ പോകാം? അപ്പം നോക്കുമ്പോഴത്തേക്ക് ദേ പല വഴികൾ കാണിച്ചു തരുന്നു. മാള വഴി കയറിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് എത്താം. ഇനി ഇപ്പുറത്ത് കൂടെയാണെങ്കിൽ നമുക്ക് മേലൂര് വഴി നമുക്ക് മൂക്കന്നൂർ അപ്പുറത്തെ സൈഡിൽ കൂടെ കടന്നിയല്ല. ഇങ്ങനെ പല വഴികൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഗൂഗിൾ മാപ്പേ അന്ന് എങ്ങനെയാണ് അവർ യാത്ര ചെയ്തത്? നിങ്ങളൊന്ന് ചിന്തിച്ച്, 40 വർഷേ
ഇത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. എന്നാൽ അല്പം കൂടെ ഇരുത്തി ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ ജനം ഇതെങ്ങനെയാ മരുഭൂമിയിൽ അന്തോ ഇല്ല കുന്തോ ഇല്ല എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ നിരന്ന് കിടക്കുമല്ലേ, മൊത്തം ആടുജീവിതമാണ്, എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഇതെങ്ങോട്ട് പോകും ഇസ്രായേൽ ജനത? ഇതെങ്ങനെയാണ് അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങിയത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു. ഈ ഗൂഗിൾ മാപ്പ് എന്നതുപോലെ അവരുടെ യാത്ര നിയന്ത്രിച്ചത് ആരാണെന്നറിയാവോ? പുറപ്പാട് പുസ്തകം, അതാണ് നമ്മൾ ആദ്യം വായിച്ച വചനം, 40-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനം. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. ആമേൻ, ആമേൻ. ഏത് മേഘം? മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ്. ഈ മേഘം എന്താണെന്ന് ദേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 34-ാം തിരുവചനം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. കണ്ടോ, ഈ മേഘം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ഈ ദൈവ പ്രസൻസ് ഓഫ് ഗോഡ് അല്ലേ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അതാണ് ഷെക്കീന എന്ന് പറയുന്ന വാക്ക് തന്നെ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം സമാഗമ കൂടാരത്തിൽ. ദേ നോക്കിക്കേ, ഈ ഇസ്രായേൽ ജനത ഒരു ടെൻ്റ് അടിച്ചത്, കുറ്റി അടിച്ചതും കുറ്റി പറിച്ചതും. താമസിക്കണമെങ്കിൽ ടെൻ്റ് അടിക്കണമല്ലോ, അപ്പൊ കുറ്റി അടിക്കണ്ടേ? അങ്ങനെ താമസിച്ചതും ആ കുറ്റി പറിച്ചതും എങ്ങനെയാണെന്നറിയാവോ? ഈ മേഘം, ദൈവ സാന്നിധ്യം നിയന്ത്രിച്ചിരുന്നതനുസരിച്ചാണ് അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതല്ലാതെ മോശയ്ക്ക് തോന്നുവാണ് എന്നാ പിന്നെ 2 ദിവസം കൂടെ യാത്ര നീങ്ങട്ടെ, അങ്ങനെയല്ല. അപ്പൊ കുറെ പേർക്ക് തോന്നുവാണ് നമ്മൾ ഏതായാലും വിഷമിച്ച് ഇവിടെ കിടക്കാം, അങ്ങനെയല്ല. എന്നാൽ പിന്നെ കുറെ പേര് ചിന്തിച്ചു ഇന്ന് ഭയങ്കര മണലാരണ്യത്തിലെ കാറ്റ് വീശുന്നു, ഇവിടെ കഴിയാം, അങ്ങനെയല്ല. അവരുടെ ഓരോ ഘട്ടത്തിലും, അതാ വചനത്തിന്റെ അവസാനം 38-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഏത് ദർശിച്ചു? ഈ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. എന്ന് പറഞ്ഞാൽ കൃത്യം വ്യക്തം. ദൈവം പറഞ്ഞിടത്ത് അവർ താമസിച്ചു, ദൈവം പറഞ്ഞിടത്തേക്ക് അവർ യാത്ര തിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ദൈവം പറഞ്ഞ ഇടത്ത് അവർ താമസിച്ചു, ദൈവം പറഞ്ഞ ഇടത്തേക്ക് അവർ യാത്ര പുറപ്പെട്ടു. പറഞ്ഞു കൊടുത്തേ. അതായത് യാത്ര, പലതരത്തിലുള്ള യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ഒരു ട്രെൻഡാണ്. എല്ലാവരും കൂടെ കാനഡയ്ക്ക് പോകുന്നു, എല്ലാവരും കൂടെ ന്യൂസിലൻഡിനോട് പോകുന്നു, +2 കഴിഞ്ഞാൽ പിന്നെ B1 B2 പഠിക്കാൻ പോകുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, നിന്റെ ദൈവത്തോട് നീ ചോദിച്ചോ, നിന്റെ ദൈവം എന്താ പറയണേ? ദൈവം സംസാരിക്കുമെന്ന്, അല്ലാതെ നാട്ടുകാർ പോകുന്നൊന്നും കരുതിക്കൊണ്ട് നേരെ അവരുടെ കൂട്ടത്തിൽ പോവാനല്ല, മറിച്ച് നിന്റെ ദൈവത്തോട് നീ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വലിയ അബദ്ധമായിട്ട് മാറും. അടുത്ത ദിവസങ്ങളിൽ ധ്യാനത്തിന് വന്ന് കരഞ്ഞൊരു കുടുംബം ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് UK പഠിക്കാൻ വിട്ടത്. ലക്ഷക്കണക്കിന് രൂപ. ആ അമ്മയുടെ കണ്ണുനീര് മനസ്സിൽ നിന്ന് മായുന്നില്ല. അമ്മ പറയാ, അച്ഛാ, ആകപ്പാടെ ഉണ്ടായിരുന്ന വീട് ഇവൻ എങ്ങനെയെങ്കിലും ഒന്നൊരു നിലയിലാക്കി എത്തിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപ്പെടാൻ. അതിനുവേണ്ടി ആകപ്പാടെ ഉണ്ടായിരുന്ന വീടാണ് ബാങ്കിൽ വെച്ചിട്ട് അതിൻ്റെ പണമെടുത്താ വിട്ടത്. ലോൺ എടുത്തിരിക്കുക അച്ഛാ. UK ചെന്ന് അവിടെ ചെന്നപ്പോൾ മൊത്തം കുളമായി. ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു എത്തും പിടിയില്ല. അവൻ പറയുന്നത് ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ ഇങ്ങനെ മൊത്തം എന്തു പറയണ്ടു. അവൻ്റെ പഠനമൊക്കെ നിർത്തി ഇപ്പം വീട്ടിൽ വന്നിരിപ്പ, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? അപ്പം ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇവനെ ഇങ്ങനെ UK വിടാൻ ആരാ പറഞ്ഞേ? അതച്ചാ, അതിപ്പോൾ എല്ലാവരും UK പോണത്, അതിപ്പോൾ എല്ലാവരും പോവല്ലേ. ഞാൻ ചോദിച്ചു, അത് ശരി, ഈ നമ്മുടെ മകനെ UK തന്നെ വിടണമെന്ന് ആരാ പറഞ്ഞത്? അച്ഛാ, അവൻ്റെ ഏതൊക്കെയോ സുഹൃത്തുക്കളൊക്കെ പോകുന്നെന്നും പറഞ്ഞു. അപ്പം പിന്നെ ഞാനാണെങ്കിൽ അവൻ്റെ ഇഷ്ടമല്ല അച്ഛാ, അവൻ്റെ ഇഷ്ടമല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇഷ്ടമൊക്കെ കൊള്ളാം, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാവോ?
നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടെ. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കൃത്യമായ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചില സ്ഥലങ്ങളും ചില ജീവിതവും ചില സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തോട് നീ കൺസൾട്ട് ചെയ്യണം. ട്രാവൽ ഏജന്റുകാരുടെ മുമ്പിൽ ഇരുന്ന് കൺസൾട്ട് ചെയ്താൽ പോരാ. ആദ്യം ദൈവസന്നിധിയിൽ വന്നിരുന്ന് കൺസൾട്ട് ചെയ്യണം. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭാവി ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഏതാണ് എൻ്റെ ജീവിതത്തിൽ ബെറ്റർ ആയിട്ടുള്ളത്, പ്രയോജനകരമായിട്ടുള്ളത്? ഒന്ന് വായിച്ചേ, യെശയ്യായുടെ പ്രവചനം 48 അധ്യായം അതിൻ്റെ 17 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 48. യെശയ്യായുടെ പ്രവചനം 48 അധ്യായം അതിൻ്റെ 17 തിരുവചനം. 48. നിനക്ക് വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ. നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും, ഒച്ചത്തിൽ ഏറ്റെന്ന് പറഞ്ഞ്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിന്നോട് പറയുകയാണ്, നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന എന്താണ്? തീരുമാനമെടുത്ത് അത് കോളമായി കഴിയുമ്പോൾ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ വന്ന് ദൈവമേ ഇടപെടണം. അതല്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ത്യാഗപൂർണമായി പ്രാർത്ഥിച്ചു വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ. വെറുതെ തലയ്ക്കകത്ത് തോന്നുന്നത് പോലെ ആയിരിക്കരുതെന്ന്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് പഠിക്കാൻ നല്ലൊരു വചനഭാഗം, അത് ഉൽപ്പത്തിയുടെ പുസ്തകം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം 26 അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26. അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഇസഹാക്കിനെ കുറിച്ചാണ്. 26 അധ്യായം അതിൻ്റെ 1 തിരുവചനം നോക്കിക്കേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 1. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. കണ്ടോ? അതായത് അബ്രാഹത്തെ കുറിച്ച്, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. എന്നിട്ട് പറയാണ്, അതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. അബ്രാഹത്തിന്റെ സമയത്തൊരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം എന്ത് ചെയ്തു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായം അതിൻ്റെ 10 തിരുവചനം ഒന്ന് വായിച്ചാലോ. 12:10. അവിടെ ഒരു ക്ഷാമമുണ്ടായി, കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാഹം അങ്ങോട്ട് തിരിച്ചു. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ഒരു ദേശത്തൊരു ക്ഷാമമുണ്ടായി. അബ്രാഹം ജീവിക്കുന്ന ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം ചെയ്ത കാര്യം എന്താണ്? കടുത്ത ക്ഷാമം ഉണ്ടായതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് യാത്ര തിരിച്ചു. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കടുത്ത ക്ഷാമം ഉണ്ടായതുപോലെ തന്നെ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. നമുക്ക് ആ വചനം ഒന്നും കൂടെ വായിക്കാം. 26 തിരുവചനം. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗെരാറിൽ ഫിലിസ്തരുടെ രാജാവായ അബിമെലേക്കിന്റെ അടുത്തേക്ക് പോയി. 2 വചനം ശ്രദ്ധിക്കണേ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. കണ്ടോ? അതായത് ഇസഹാക്കിനൊരു ക്ഷാമം ഉണ്ടായി. അതിനു മുമ്പ് അബ്രാഹത്തിന് ക്ഷാമം ഉണ്ടായി. അബ്രാഹത്തിന് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം നേരെ എങ്ങോട്ട് വെച്ച് പിടിച്ചു? ഈജിപ്തിലേക്ക് വെച്ച് പിടിച്ചു.
അവിടെ പിന്നീട് എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് പിന്നീട് നമുക്കറിയാമല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇസഹാക്കിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്കും തീരുമാനിച്ചു, എന്നാ പിന്നെ എങ്ങോട്ട് പോയേക്കാം? ഈജിപ്തിലേക്ക് പോയേക്കാം. ഇവിടെ മുഴുവൻ മഴയില്ല, വരണ്ട അവസ്ഥ, മൊത്തം പ്രതികൂലം. അന്നത്തെ സമൃദ്ധി എന്ന് പറയുന്നത് കന്നുകാലികളൊക്കെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ആട്ടിൻകൂട്ടം, സമൃദ്ധി അല്ലേ, കൃഷി. അപ്പം അങ്ങനെ സമൃദ്ധി ഉണ്ടായിരിക്കേണ്ട ഒരിടത്ത് വരണ്ട സ്ഥലം, മഴ പെയ്യുന്നില്ല, ജീവിതം മൊത്തം ദുരിതം. അങ്ങനെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ ഇസഹാക്കിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എങ്ങോട്ട് പോകാം? ഈജിപ്തിലേക്ക് പോകാം. പക്ഷേ ദൈവം ഇസഹാക്കിനോടൊരു കാര്യം പറഞ്ഞു. എന്താണ് കാര്യം? 2-ാം വചനം, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഈജിപ്തിലേക്ക് പോകരുത്. പറഞ്ഞേ, ഈജിപ്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. പറഞ്ഞേ, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈജിപ്തിലേക്ക് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഇസഹാക്കിന്റെ അവസ്ഥ എന്താ? ദുരിതം, മഴയില്ല, മൊത്തം പ്രതികൂലം. ഈജിപ്തിലേക്ക് പോയാൽ എന്താ മെച്ചം? അവിടെ മഴയുണ്ട്, നല്ല പ്രകൃതി സൗന്ദര്യമാണ്, കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അവിടെ നൈൽ നദിയുണ്ട്, ഒരിക്കലും വറ്റാത്ത വലിയൊരു നദിയാണ് നൈൽ നദി. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാം. പക്ഷേ ദൈവം ഈ ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന നാട്ടിൽ നീ പാർക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. നീ ഇങ്ങനെ പോവണം, ചില സ്ഥലത്തിൽ പോകണ്ട, നീ ഇവിടെ തന്നെ വസിക്കണം. ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാവുകയുള്ളൂ. ആമേൻ, ആമേൻ. പല ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നാണെന്നറിയാവോ? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലെ പല ദുരിതങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ തന്നെ തീരുമാനങ്ങളാണ്, അല്ലേ? നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന പല തീരുമാനങ്ങളുടെയും പല ദുരിതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം പറയുന്ന കാര്യം കേൾക്കാതെ, എനിക്കങ്ങനെ തോന്നി, എനിക്കിങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, നമുക്കിങ്ങനെ തോന്നും. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലുള്ള ഒരു പെൺകുട്ടി, നേഴ്സാണ്, 2 കുട്ടികളുണ്ട്, മിടുക്കിയാണ്, കോട്ട ആശ്രമത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം എൻ്റെ വാട്സപ്പിലേക്ക് വന്ന് ഇങ്ങനെയാണ്, അച്ഛാ, ഞങ്ങൾ നാട്ടിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമല്ലോ. അപ്പം ചില വചനങ്ങൾ വേണമെന്ന് പറഞ്ഞു, വചനങ്ങൾ കൊടുക്കാം. അപ്പം ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എങ്ങനത്തെ വീടാണ് പണിയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛന് എൻ്റെ സ്കെച്ച് അയച്ചു തരാം. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം വലിയൊരു വീട്, വലിയ വീട്, കുറേ മുറികൾ, ഭാര്യയും ഭർത്താവും 2 കുട്ടികളെ ഉള്ളൂ ഇവർക്ക്. ഞാനപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചു, എന്തിനാ ഇത്രമാത്രം മുറികൾ, എന്തിനാ ഇത്രമാത്രം വലിയ വീട്, എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുണ്ടല്ലോ എല്ലാം വലിയ വീടുകളാണ്. അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് എല്ലാം ഇങ്ങനത്തെ വീടുകളാണ്. ഞാൻ ചോദിച്ചു, അതും നിന്റെ ജീവിതവും? അല്ലച്ചാ, ഒരു നാട്ടു നടപ്പില്ലേ? ഞങ്ങൾ പണിയുമ്പോൾ അതനുസരിച്ച് ഒരെണ്ണം പണിയണ്ടേ? ഇല്ലെങ്കിൽ അവരെന്നാ വിചാരിക്കും? ഞാൻ പറഞ്ഞു, അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, നിന്റെ ജീവിതം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് പോരെ, നിങ്ങൾ എന്തിനാ നാട്ടുകാരെ നോക്കുന്നത്? അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അച്ഛാ, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീടാണ് പണിയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എങ്ങനെ പണിയും? അച്ഛാ, എനിക്ക് ഇവിടുന്ന് ലോണൊക്കെ കിട്ടും, ഞങ്ങൾ അതനുസരിച്ചൊരു വീടൊക്കെ കൊണ്ട് പണിയാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളിലൊരു ഭാരം തോന്നി, ഇത് ആവശ്യമുണ്ടോ? ഇത്ര വലിയൊരു വീടിൻ്റെ ആവശ്യമുണ്ടോ? നാളുകൾക്ക് ശേഷം, അല്ല വർഷങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ വർഷം ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ പെൺകുട്ടിയുടെയൊക്കെ വീടിനടുത്തുള്ള ഒരു പള്ളിയാണ്. അവിടെ ചെന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നാളുകൾക്ക് ശേഷമാണ് ഈ ഭാര്യയും ഭർത്താവും 2 കുട്ടി, പിള്ളേരൊക്കെ വളർന്നു,
അപ്പം ഞാനിവരെ കണ്ടപ്പോൾ ചോദിച്ചു, കുറേ നാളായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും, നിങ്ങളിപ്പോൾ പ്രാർത്ഥനാ സഹായമൊന്നും എന്താ അയക്കാത്തത്? പണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛന് ഞങ്ങളോട് അരിശമായിരിക്കുമെന്ന് കരുതി. ഞാൻ ചോദിച്ചു, എന്തിനാ അരിശം? അല്ല, അച്ഛൻ അന്ന് പറഞ്ഞില്ലേ ഇത്രയും വലിയ വീട് പണിയണ്ട, ഞങ്ങളുടെ ആഗ്രഹം ഇത്ര വലിയ വീട് പണിയണമെന്നുള്ളതായിരുന്നു. അപ്പം അച്ഛൻ എതിർത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം. പിന്നീട് അച്ഛനെ അരിശമാണല്ലോ എന്ന് കരുതി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, എങ്ങനെയുണ്ട് ജീവിതം, സന്തോഷമല്ലേ, ഇപ്പം അവധിക്ക് വന്നിരിക്കുവാണോ, എന്താണ് അവസ്ഥ? അപ്പോഴാണ് ഈ പെൺകുട്ടി ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയുവാണ്, അച്ഛാ വീട് പണിതു. ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അതിനെന്തിനാ കരയണേ? അച്ഛാ വീട് പണിതു, പക്ഷേ ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല. അച്ഛാ ഞങ്ങള് ആത്മഹത്യയുടെ വക്കിലാണ്. എന്നിട്ട് ഈ പെൺകുട്ടി പറയാണ്, അച്ഛാ എനിക്കുണ്ടായിരുന്ന ജോലി അത് നഷ്ടപ്പെട്ടു, വീട് പണി ഒരു പ്രകാരത്തിൽ തീർന്നു, ഇപ്പോൾ വലിയ സാമ്പത്തിക ഭാരം, വീടുണ്ട് ഉറക്കമില്ല, വീടുണ്ട് പക്ഷെ ആ വീട്ടിൽ കിടന്നിട്ട് ഉറക്കമില്ല. അച്ഛാ എന്ത് ചെയ്യും? ഇതെങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒന്ന് വിറ്റിട്ടൊന്ന് പോയാൽ മതി അച്ഛാ. അച്ഛാ സത്യം പറയട്ടെ, ഞങ്ങൾക്ക് ഒരു മുറി മതി അച്ഛാ, ഒരു മുറി മതി, ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോണം, ഉറക്കം കിട്ടണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും തീരുമാനം? കുറേ മുറികൾ. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചിക്കണം. ദൈവം എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരെ കാണിക്കാനല്ലെന്ന്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും ദൈവം ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് യെശയ്യായുടെ പ്രവചനം 48:17 പഠിപ്പിച്ചത്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ മക്കള് തോന്നുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും, അല്ലേ? ജാതിയും മതമൊന്നും പ്രശ്നമല്ല, നല്ല മനുഷ്യനായ പോരെ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായ പോരെ. കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉള്ള അടിപൊളി ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ തുടങ്ങും കണ്ണുനീരും ദുഃഖവും വിലാപവും. പിന്നെ ഈ പ്രശ്നങ്ങൾ ആര് പറഞ്ഞു തീർക്കും? എങ്ങനെ തീർക്കും? രണ്ട് രീതികൾ, രണ്ട് സ്വഭാവം, പ്രശ്നത്തോട് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ പ്രേമിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ആയിരുന്നില്ല, കല്യാണത്തിന് മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ സ്വഭാവം മൊത്തം മാറി അച്ഛാ, ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇയാള്. ഞാൻ പറഞ്ഞു, അതാണ് ജീവിതം, നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ. അയ്യോ അച്ഛ ഇനിയിപ്പോൾ എന്നാ ചെയ്യും, എന്നാ ചെയ്യും, എന്നാ ചെയ്യും? ഇങ്ങനെ ഇരുന്നോണ്ട് എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായൊരു സാഹചര്യം നമ്മൾ വരുത്തി വയ്ക്കുന്നതല്ലേ. വചനം പഠിപ്പിക്കുന്നതന്നെ, നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടൊരു സന്തോഷം കിട്ടും, പക്ഷേ അത് നിലനിൽക്കുന്നതല്ല. നിങ്ങൾക്കറിയോ ഈ ഇസഹാക്കിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകേണ്ട, സമൃദ്ധിയിലേക്ക് പോകേണ്ട, നീ ഈ പ്രതികൂലമായ വരണ്ട കാലാവസ്ഥയിൽ തന്നെ കഴിയുക. നിങ്ങളൊരു വചനം വായിച്ചേ, നല്ല സുന്ദരമായൊരു വചനം എഴുതിയിട്ടുണ്ടല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 26:12 നല്ല വചനമാണ്, വായിച്ചോ. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വചനം, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു, ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ഹല്ലേലൂയാ. ഏത് നാട്ടില്? അവനായിരുന്ന ആ ദേശത്ത് തന്നെ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, എടാ നീ ഈ ദേശം വിട്ട്, ഈ ഗരാൻ എന്ന് പറയുന്ന ദേശം വിട്ട് ഈജിപ്തിലേക്ക് പോയേക്കരുത്, ഇവിടെ വരണ്ട അവസ്ഥയാണ്, സങ്കടമാണ്, ഭാരമാണ്, പ്രതികൂലമാണ്, പക്ഷേ നീ ഇവിടെ ആയിരിക്കണം, അനുസരിക്കണം, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരിക്കണം. നമുക്ക് പലതും തോന്നും, തോന്നലുകൾക്കനുസരിച്ച് ചെയ്യാനല്ല, മറിച്ച് ദൈവികമായിട്ടുള്ള പ്രചോദനങ്ങൾക്കനുസരിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കണം. തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ച എന്താ കുഴപ്പം? താൽക്കാലികമായ സന്തോഷം കിട്ടും. ഇപ്പൊ തോന്നി മൂന്നാറിൽ പോയി ചായ കുടിക്കാം, ഒറ്റ പോക്ക്.
ആ പോകുമ്പോൾ ഒരു ത്രില്ലുണ്ട്. അവിടെ ചെന്ന് ചൂടോടുകൂടെ ചായ കുടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ചർ എടുത്തിടുമ്പോൾ, കണ്ടില്ലടാ എൻ്റെ മോർണിംഗ് ചായ മൂന്നാറിൽ, കൊള്ളാം, താൽക്കാലികം, കുറേ ലൈക്ക് കിട്ടി. തിരിച്ചാ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ജീവിതം അടുത്ത ലെവലിലോട്ട് മാറുമെന്ന്. താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ബലി കഴിക്കരുത്. ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അങ്ങനെ ചെയ്താൽ ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ഇങ്ങോട്ട് നോക്കി, ഒരു കാര്യം പിടിച്ചോണം. ഇസഹാക്ക് എവിടെയാണ് 100 മേനി വിളവ് നേടിയത്? പ്രതികൂലമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായ സാഹചര്യത്തിലല്ല 100 മേനി വിളവ് ലഭിക്കുന്നത്. പിടികിട്ടിയോ? നീ എന്ത് കോഴ്സ് പഠിച്ചു, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിന്റെ കുടുംബ പാരമ്പര്യം എങ്ങനെയുണ്ട്, നിന്റെ ജീവിതത്തിൽ നീ നേടിയത് എന്തുണ്ട് എന്ന് നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ നിന്റെ ഡിഗ്രി പ്രശ്നമല്ല, നിന്റെ കുടുംബാവസ്ഥ പ്രശ്നമല്ല, നിന്റെ ഇന്നലകൾ പ്രശ്നമല്ല. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ദൈവത്തോടൊരു ബന്ധമുണ്ടോ, ബാക്കി ഒന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 9:16 ഒരു വചനം പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 16 അറിയാവുന്നൊരു വചനമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആമേൻ, ആമേൻ. നമ്മുടെയൊക്കെ ചിലര് ഇഷ്ടം പോലെ പഠിച്ചു, ഇഷ്ടം പോലെ ബിരുദാനന്തര ബിരുദം നേടി, ജോലിയില്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് കാര്യം നടക്കുന്നില്ല. എന്നാൽ അതേ സമയം തന്നെ വേറെ ചിലര് കഷ്ടപ്പാടുണ്ട്, പക്ഷെ ഹാപ്പിയാണ്. കാരണം ആരുണ്ട് അവരുടെ കൂട്ടത്തിൽ? ദൈവമുണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു വർഷം അല്ലെ 2026 എപ്പോഴാണ് ഹാപ്പി ആയിട്ട് മാറുന്നത്? 2026 പ്രവേശിച്ച ഉടനെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത് ആയിത്തീരണമെങ്കിൽ ഈ ന്യൂ ഇയർ സൃഷ്ടിച്ചവൻ, ഈ വർഷം നിനക്ക് തന്നവൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഹാപ്പിയാണ്. അല്ലാതെ കലണ്ടർ മാറ്റിയിട്ടത് കൊണ്ടൊന്നും ഹാപ്പി ആവുന്നില്ലെന്ന്. ആരെങ്കിലും ഹാപ്പി ആവുന്നുണ്ടോ? എന്ത് ഹാപ്പി? ഇതൊക്കെ പറയാന്നല്ലേ ഉള്ളൂ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സമയം സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ടോ എങ്കിൽ നീ ഹാപ്പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ഇരിക്കുന്നത്, ഈ യാത്രയുടെ നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ഇരിക്കുന്നത് ദൈവം കൂടെയുള്ളപ്പോഴാണ്. ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ മരുഭൂമി യാത്ര എൻ്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചോണം. ദൈവം പറയുമ്പോൾ കുറ്റിയടിക്കണം, ദൈവം പറയുമ്പോൾ കുറ്റി പറിച്ചോണം. ദൈവമാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ കുടുംബം ഒരുപക്ഷെ വരണ്ടുണങ്ങിയ അവസ്ഥയായിരിക്കും, അല്ലേ? വരണ്ടുണങ്ങിയ അവസ്ഥയുണ്ടാവും. വീട്ടിലെ പല പ്രശ്നങ്ങളും മൊത്തം പ്രതികൂലമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ പ്രതികൂലതയുടെ നടുവിൽ, വരണ്ടുണങ്ങിയ അവസ്ഥയുടെ നടുവിൽ 100 മേനി ഫലം നൽകാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ആമേൻ, ആമേൻ. അത് ഏറ്റെടുക്കണം. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരു ദിവസം, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല വീട്, അങ്ങനെ ഒരു ദിവസം, അതല്ല. അതിനപ്പുറം ഇന്ന് നിനക്കെന്തുണ്ടോ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ വട്ടം പിടിച്ചോണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സ് കാണിച്ചാൽ നിനക്ക് 100 മേനി സമാധാനം ഉണ്ടാവും. ആമേൻ, ആമേൻ. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര കർത്താവേ അത് അങ്ങയുടെ കയ്യിലാണ്. 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട, അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. എന്നിട്ട് നിന്റെ മനസ്സിൽ തെളിയുന്ന നിയോഗങ്ങൾ നീ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ
ആരെങ്കിലുമൊക്കെ യാത്രാഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. ആർക്കെങ്കിലുമൊക്കെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ചിലപ്പോൾ ചിലരൊക്കെ നാളുകളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, ചില ജോലികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ചില യാത്രകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല എന്നുള്ള ഭാരം, പല പല തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. ഇതാ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം കർത്താവെ, അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കണമേ ആഗ്രഹിക്കണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. അല്പം കൂടെ സ്വരമുയർത്തി സ്തുതിച്ചേ. ഈശോയെ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കണം. കർത്താവെ, യാത്രയോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇടപെടണം. ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണം. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടതുകരം നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് യാത്രാ മേഖലകളിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ചിലരൊക്കെ നീണ്ട നാളുകളായി ചില യാത്രകൾക്ക് വേണ്ടി, ജോലികൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു. വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഭാരത്തിലുള്ളവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയിട്ട് ജീവിതം ദുരിതപൂർണമാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ വിദേശങ്ങളിലൊക്കെ എത്തിയിട്ട് അവരവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോരുകയാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുടങ്ങി അനേക തടസ്സങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. സാമ്പത്തികമായ ഭാരം നിങ്ങളുടെ ഉള്ളിൽ വേട്ടയാടുന്നുണ്ടാവും. ഈ സമയം ഓരോ വ്യക്തിയും ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശയ്യായുടെ പ്രവചനം 48-ാം അധ്യായം 17-ാം തിരുവചനം, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ദൈവമേ, എന്നിൽ ഇത് സംഭവിക്കണമേ സംഭവിക്കണമേ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനം, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എന്നിൽ സംഭവിക്കട്ടെ. തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ നിന്നോടുകൂടെ വരാം, എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. ഹല്ലേലൂയ. ഇത് എന്നിൽ സംഭവിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 139-ാം അധ്യായം 5-ാം തിരുവചനം, മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ദൈവമേ, എന്നിൽ സംഭവിക്കട്ടെ. സങ്കീർത്തനം 68-19-ാം തിരുവചനം, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. സങ്കീർത്തനം 119 105-ാം വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:9, മനുഷ്യൻ തന്റെ
തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു. അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഓ ദൈവമേ, ഈ വചനങ്ങളുടെ ശക്തിയാൽ എന്റെ യാത്രാ തടസ്സം മാറട്ടെ. എന്റെ കുടുംബത്തിന്റെ യാത്രാ തടസ്സം മാറട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലുമുള്ള എല്ലാ വ്യക്തികളുടെയും തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഇന്റർവ്യൂവിന്റെ മേഖലകൾ കർത്താവ് ക്രമീകരിക്കട്ടെ. സർട്ടിഫിക്കറ്റ് മേഖലകൾ കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകളെ കർത്താവ് ക്രമീകരിക്കട്ടെ. ട്രാവൽ ഏജന്റുകളെ കർത്താവ് ക്രമീകരിക്കട്ടെ. കൂട്ടുകെട്ടും ബന്ധങ്ങളെ കർത്താവ് ക്രമീകരിക്കട്ടെ. യാത്രാ പേടികളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. യാത്രാ വഴികളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം തെളിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. അനുകൂല സാഹചര്യങ്ങൾ ക്രമീകരിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.